മലപ്പുറത്തെ ഒരു അറബിക് കോളേജിലെ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഡിഫ്തീരിയ ബാധ മൂലം ഇന്നലെ മരിച്ചു. ഈ വിദ്യാർത്ഥിയും അയാളോടൊപ്പമുള്ള 98ഓളം വിദ്യാർത്ഥികളും ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിനേഷൻ എടുത്തിരുന്നില്ല. ഇതുകൂടാതെ 2 ഡിഫ്തീരിയ ബാധ കൂടി ഡോക്ടർമാർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ഉണ്ടായ 5 ഡിഫ്തീരിയ ബാധകളിൽ 2 പേർ മരിച്ചു. 7നും 15നും ഇടയിൽ പ്രായമുള്ള ഏതാണ്ട് 1.25 ലക്ഷത്തോളം കുട്ടികൾ വാക്സിനേഷൻ എടുക്കാത്തവരായി മലപ്പുറത്തുണ്ട്. വാക്സിനേഷൻ എടുക്കാതെ കുട്ടികളുടെ ജീവൻ ബലികഴിക്കുന്നത് കുട്ടികളോട് കാട്ടുന്ന കൊടും ക്രൂരതയാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളുടെ അവകാശങ്ങളുടെ നിഷേധമെന്ന നിലയിൽ കേസെടുക്കാവുന്ന കുറ്റമാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാതിരിക്കുന്നത്. അതിനേക്കാളൊക്കെയും ഉപരിയായി സ്വന്തം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വാക്സിനേഷൻ പോലൊരു സുരക്ഷിത മാർഗം വേറെയില്ല. കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് സമയോചിതമായി വാക്സിനേഷൻ എടുപ്പിക്കുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, വാക്സിനേഷൻ എടുക്കാതെ വരുന്ന രോഗങ്ങൾക്ക് ഇരകളാവുന്നത് രോഗം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ വില കൂടിയ വൈദ്യസഹായം തേടാൻ കഴിയാത്ത പാവപ്പെട്ട വീടുകളിൽ നിന്നുമുള്ള കുട്ടികളാണ്. വാക്സിനേഷൻ പൂർണ്ണമായും എടുത്താൽ ഇത്തരം കുട്ടികൾക്ക് ഈ രോഗങ്ങളിൽ നിന്നും 95 മുതൽ 100% വരെ സുരക്ഷ ഉറപ്പാണ്. ഇതുകൂടാതെ പൊതുജനങ്ങളിൽ ആശങ്ക ഉയർത്തേണ്ട മറ്റൊരു വിപത്താണ് ഈ മാസം ഹൈദരാബാദിൽ ഓടകളിലെ വെള്ളത്തിൽ കണ്ടെത്തിയ മാരകമായ പോളിയോ രോഗത്തിൻ്റെ അണുക്കൾ. നമ്മുടെ രാജ്യത്ത് നൽകുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി പോളിയോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, മീസൽസ്, ടെറ്റനസ്, മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്, റുബല്ല, ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നീ 10 രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും പ്രതിരോധ ശക്തി ഉണ്ടാക്കാനുള്ള വാക്സിനുകൾ ഇന്ത്യ ഗവൺമെൻറ് ഫലപ്രദമായി പരീക്ഷിച്ചു വരികയാണ്. യാതൊരു ചെലവുമില്ലാതെ ജീവിതകാലം മുഴുവൻ മാരകമായ ഇത്തരം രോഗങ്ങളിൽ നിന്നും ഒരിക്കലും ചതിക്കാത്ത ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെയാണ് കുഞ്ഞുങ്ങൾക്ക് യഥാസമയം കൊടുക്കുന്ന വാക്സിനേഷനുകൾ പ്രവർത്തിക്കുന്നത്. ഇന്നലെ തന്നെ ചില മതനേതാക്കളും മറ്റും വാക്സിനേഷനെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾക്ക് എതിരെ ദൃശ്യമാധ്യമങ്ങളിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നു. വാക്സിനേഷൻ എടുക്കുന്നത് സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണത്തിനെടുക്കാവുന്ന ഏറ്റവും നല്ല നടപടിയാണെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഉറപ്പായും വാക്സിനേഷൻ എടുപ്പിക്കണമെന്നും വാക്സിനേഷൻ എടുക്കുന്നത് മതവിശ്വാസത്തിന് എതിരല്ലെന്നും ഉള്ള ഇവരുടെ ഉറച്ച നിലപാടുകൾ മതവിശ്വാസത്തിൻ്റെ പേരിൽ അറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് വാക്സിനേഷൻ എടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നെയാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്ന നിലപാടുകൾ മാറ്റി കുട്ടികളെ നിർബന്ധിത വാക്സിനേഷന് വിധേയമാക്കാൻ ഈ പ്രഖ്യാപനങ്ങൾ പ്രചോദനമാകും. ഇതുകൂടാതെ ഈ മതനേതാക്കൾ മഹല്ല് കമ്മിറ്റി വരെയുള്ള തലങ്ങളിലേക്ക് ഈ പ്രഖ്യാപനങ്ങളെ വ്യാപിപ്പിച്ച് വാക്സിനേഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെ വാക്സിനേഷൻ എന്നത് കുഞ്ഞുങ്ങളുടെ ജീവിത സുരക്ഷയ്ക്കായുള്ള പ്രീമിയം കൊടുക്കേണ്ടാത്ത ലൈഫ് ഇൻഷുറൻസ് ആണെന്ന ബോധം വളർത്തി പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ ഈ മാരക രോഗങ്ങളുടെ പിടിയിൽപ്പെട്ട് ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ എന്നേക്കുമായി അവസാനിപ്പിക്കണം. വാക്സിനേഷനെതിരെ ലോകത്ത് പ്രചാരണം നടത്തുന്നവരിൽ പ്രമുഖർ കുറെ തീവ്രവാദി സംഘടനകളാണ്. അവരുടെ വാക്സിനേഷൻ വിരോധം ഇത്രയും ശക്തമാകാൻ കാരണം പാകിസ്ഥാനിലെ അബൂട്ടബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഒസാമ ബിൻ ലാദൻ തന്നെയാണോ എന്നറിയാൻ വാക്സിനേഷൻ ഉപയോഗിച്ചു എന്നൊരു കഥയാണ്. ഒരു പാകിസ്ഥാനി ഡോക്ടർ ബിൻ ലാദൻ്റെ വസതിയിലെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനിടയിൽ കുറച്ച് രക്തം ശേഖരിച്ചെന്നും ആ രക്തത്തിൻ്റെ DNA പരിശോധിച്ച് ആ രക്തം ഇവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ബിൻ ലാദൻ കുടുംബത്തിൻ്റെ രക്തവുമായി താരതമ്യം ചെയ്താണ് ഒസാമ ബിൻ ലാദൻ തന്നെയാണ് ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നതെന്ന് ഉറപ്പിച്ചുവെന്നുമാണ് കഥ. എന്നാൽ ഈ കഥയ്ക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് മരുന്നിൻ്റെയും അലോപ്പതിയുടെയും വളർച്ചയിൽ അസൂയ പൂണ്ട പ്രകൃതി ചികിത്സക്കാരും അത്തരം അശാസ്ത്രീയമായ വൈദ്യസേവനം നൽകിയിരുന്നവരും വാക്സിനേഷനെതിരെ രംഗത്ത് വന്നിരുന്നു.
അതുകൂടാതെ തീവ്രവാദി സംഘടനകൾ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അരിശം തീർക്കാൻ വാക്സിനേഷനെ ഒരു പ്രചാരണായുധമാക്കി നിഷിദ്ധമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഇവയുണ്ടാക്കുന്നതെന്നും പ്രത്യേക വർഗങ്ങളെയും മതവിശ്വാസികളെയും ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രമാണ് ഇതെന്നും വാക്സിനേഷൻ സന്താനോൽപാദന ശക്തിയെ കുറയ്ക്കുമെന്നുമൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ. എന്നാൽ യാതൊരു തെളിവുമില്ലാത്ത പരീക്ഷണങ്ങളിൽ ശുദ്ധ അസംബന്ധമെന്ന് തെളിഞ്ഞതുമായ തെറ്റായ വാദങ്ങളാണ് ഇവയെന്ന് ശാസ്ത്രലോകം പലതവണ സ്ഥിരീകരിച്ചതാണ്. പാവപ്പെട്ട കുട്ടികളെ കൊല്ലാൻ മാത്രമേ ഇത്തരം കപടവാദങ്ങൾ ഉപകരിക്കുകയുള്ളൂവെന്ന് ലോകാരോഗ്യ സംഘടന നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് കാലമാണ് വർഷകാലം. ജലജന്യ രോഗങ്ങൾക്കും കൊതുക് പരത്തുന്ന രോഗങ്ങൾക്കും പുറമെ വാക്സിനേഷൻ വഴി ഒഴിവാക്കാവുന്ന രോഗങ്ങൾ കൂടിയാകുമ്പോൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതം നരകതുല്യമാകും. മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവനെ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി കരുതി കുട്ടികളെ ഏറ്റവും പെട്ടെന്ന് വാക്സിനേഷൻ നടത്തി ഇന്നലെയുണ്ടായ ഡിഫ്തീരിയ മരണം പോലെ പുതിയ ശിശുമരണങ്ങൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നത് തടയണം. ഇത്തരമൊരു സ്ഥിതി ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് സർക്കാർ ജാഗരൂകരാകണം. മതവിശ്വാസം വാക്സിനേഷന് എതിരില്ല എന്ന മതനേതാക്കളുടെ ആശയത്തെ പാവപ്പെട്ട മതവിശ്വാസികളുടെ മനസ്സിൽ വരെ എത്തിക്കാൻ സർക്കാർ പാർട്ടി വൈരം മറന്ന് സർവ്വ പാർട്ടികളെയും മതങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ വാക്സിനേഷൻ പദ്ധതി ഉടനെ തയ്യാറാക്കണം. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമായി വാക്സിനേഷൻ നിഷേധത്തെ കാണണം. ഇതുകൂടാതെ പ്രൈമറി പ്രായത്തിൽ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ എടുത്തോ എന്ന് ഉറപ്പിക്കാൻ കൃത്യമായ ഒരു സെൻസസ് നടത്തണം. വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികൾക്ക് നിർബന്ധമായും കുത്തിവയ്പ് നൽകണം. കുട്ടികൾ മാതാപിതാക്കളുടെ മാത്രം സ്വത്തല്ല, സംസ്ഥാനത്തിൻ്റെ ആകമാനമുള്ള സ്വത്താണ്. നമ്മുടെ ഭാവിയും പ്രതീക്ഷയുമാണ്. യാതൊരു കാരണങ്ങളുടെ പേരിലും കുട്ടികൾക്ക് ആരോഗ്യം നിഷേധിക്കുന്നത് സർക്കാർ വെച്ചുപൊറുപ്പിക്കരുത്. അതിനായി നിലവിലെ നിയമങ്ങൾ അപര്യാപ്തമെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തണം. ആരോഗ്യമുള്ള ഒരു ഭാവി കേരളം പടുത്തുയർത്താൻ നമ്മുടെ കുട്ടികൾക്ക് കേരള ജനത ഉറപ്പാക്കേണ്ട ഏറ്റവും സുരക്ഷിതമായ ലൈഫ് ഇൻഷുറൻസാണ് വാക്സിനേഷനുകൾ.